അത് അവരല്ലേ വീഡിയോ എടുത്തത്. എനിക്ക് ഭയങ്കര വിഷമായി. സുരേഷ് ഗോപി സാറിനെ കുറിച്ച് ആക്ഷേപിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അത് കേട്ടപ്പോഴും എനിക്ക് നല്ല വിഷമായി. അങ്ങനെ പറയരുത് ഒരിക്കലും. അദ്ദേഹം നല്ല മനുഷ്യനാണെന്ന് പാർട്ടിക്കാർക്ക് മാത്രമല്ല അതിൽ പുറത്തുള്ള ആളുകൾക്കും അറിയാം. നല്ല വിഷമായിട്ടുണ്ട്. ഇനി ആരും അങ്ങനെ ചെയ്യാതിരിക്കുക പ്ലീസ് എന്ന് പറഞ്ഞു. ഇപ്പോ സുരേഷ് ഗോപി സാർ വിജയിക്കുന്നുള്ള കാര്യത്തില് സംശയമുണ്ടോ? ഒട്ടും സംശയമില്ല. നല്ല ഭൂരിപക്ഷത്തോടെ കൂടെ അദ്ദേഹം വിജയിക്കും. നമസ്കാരം. സുരേഷ് ഗോപിക്ക് വേണ്ടി വിജയഗാനം ആലപിച്ച സുൽഫത്തിന്റെ വീട്ടിലാണ് ഇന്നുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലുമെല്ലാം വലിയ തരത്തിൽ വൈറലായ ഒരു പാട്ടുകൂടിയായിരുന്നത്. ഈ സമയത്ത് ഇവരുടെ ഈ ഒരു എല്ലാ ജനങ്ങളിലേക്കും ഈ വീഡിയോസ് എത്തിയതിനു ശേഷം വോട്ട് ചെയ്യുന്ന ദിവസം സുൽഫത്തും അതോടൊപ്പം തന്നെ സുൽഫത്തിന്റെ ഉമ്മയും കൂടി ഒന്നിച്ചാണ് വോട്ട് ചെയ്യാൻ പോയത്. അത് ഉമ്മക്ക് മാത്രമാണ് വോട്ട്, പക്ഷെ അന്ന് കൂടെ സുൽഫത്തും പോയിരുന്നു. അപ്പോൾ സുൽഫത്തിനെ കണ്ട സമയം മുതൽക്കേ തന്നെ പല ആളുകളും തിരിച്ചറിയാനായിട്ട് ഒരു ഇട വന്നിരുന്നു, വൈറലായ ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ. ആ സമയത്ത് ഈ വോട്ട് ചെയ്യാൻ പോയ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഈ സുരേഷ് ഗോപിയുടെ എതിർപക്ഷമായിട്ടുള്ള ചില ആളുകൾ സുൽഫത്തിന്റെയും ഉമ്മയുടെയും ഒരു വീഡിയോ എടുത്ത് പുറത്ത് പ്രചരിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് വളരെ എന്ന് വെച്ചാല് ആ വിഷയങ്ങളെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ സുൽഫത്തിന്റെ ഉമ്മ തന്നെ നമ്മോട് കൃത്യമായിട്ട് വിശദീകരിക്കുന്നതാണ്. ഇത്ത നമസ്കാരം. നമസ്കാരം. ഇത്ത എന്താണ് വോട്ട് ചെയ്യാനായിട്ട് സുരേഷ് ഗോപിയെ പിന്തുണച്ചിട്ട് വോട്ട് ചെയ്യാൻ പോയ ആ ഒരു ദിവസമുണ്ടായ അനുഭവം എന്തായിരുന്നു? അനുഭവം എന്ന് പറയാൻ ഞാൻ ഈ സംഭവം ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ ചെന്ന വയ്ക്കി അവിടെ ഒരു ക്യൂ ഇല്ല, ഒന്നുമില്ല. ഞാൻ എൻ്റെ ആധാറും തിരിച്ചറിയൽ കാർഡും വെച്ചു കൊടുത്തപ്പോൾ 2 കാർഡൊപ്പം വെച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, കുട്ടി ഇത് രണ്ടും ഏതെങ്കിലും ഒരെണ്ണം മതി, 2 ഒന്നും വേണ്ട. അപ്പം ഞാൻ എവിടെ പോകുമ്പോഴും എല്ലാ രേഖയോട് കൂടെ ഞാൻ നടക്കുള്ളൂ. ഇനി പോട്ടെന്ന് തന്നെ അല്ല എന്ന് വെച്ചാൽ ഞാൻ പണ്ടേ അങ്ങനെ പഠിച്ചിട്ടുള്ളൂ ഈ കാർഡുകൾ ഇറങ്ങിയതിന് ശേഷം. അപ്പോൾ ഞാൻ വോട്ട് ചെയ്ത് വേഗം വന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചിനെ കണ്ട് സംസാരിക്കുന്നു. പിന്നെ വേറൊരു ടീം അത് നിങ്ങൾ ഇതിൽ മൊബൈലൊക്കെ കണ്ടുകൊണ്ടായിരിക്കാം. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് മോള് പറയുന്നുണ്ട്, ഒരു ഓട്ടോറിക്ഷ അവിടെ വന്ന് നിന്നിരുന്നുമ്മ. പിന്നെ ഇത് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നതിന് ശേഷം, ഇതിന്റെ മുമ്പ് ആരും ശ്രദ്ധിക്കുന്നില്ല, ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നു. പക്ഷെ ഇതിങ്ങനെ പുറത്ത് വന്നപ്പോഴാണ് ഞങ്ങളിത് കാണുന്നത്. അത് വ്യാപകമായിട്ട് പ്രചരിച്ചിരുന്നു. എല്ലാവരുടെ ഫോണിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, എന്റെ തീരുമാനം, എന്റെ വ്യക്തിപരമായ തീരുമാനമാണ് എനിക്ക് ആർക്ക് വോട്ട് ചെയ്യണം ചെയ്യാണ്ടിരിക്കണം എന്നുള്ളത്. ഞങ്ങളിടതായിരുന്നു, അത് സത്യമാണ്. പക്ഷെ അതെന്റെ ഉപ്പുള്ള കാലത്ത്, എൻ്റെ ഉപ്പ മരിച്ചിട്ട് എത്ര കൊല്ലായി, എൻ്റെ ഉപ്പയുടെ പേരും എൻ്റെ ആങ്ങളുടെ പേരും സത്യമാണ്. ഞാൻ മജീദിന്റെ പെങ്ങളാണ്, അതെല്ലാവർക്കും അറിയാം. പിന്നെ ഈ പുളിക്കല കോയാടെ മോളൂണ്, അതറിയപ്പെടണേനെ തളിക്കുളത്ത്. പക്ഷെ അത് ഈ വോട്ട് ചെയ്യുന്ന സ്ഥലത്ത് ന്യായോ ഞെറിയുള്ളവരാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ. ഞാൻ അറിയാണ്ട് എന്നെ വീഡിയോ എടുക്കുക, ഇങ്ങനെ എൻ്റെ നേരെ ഇങ്ങനെ എതിരായിട്ട് ഇങ്ങനെ സുരേഷ് ഗോപി ജയിച്ചത് തന്നെ, അവള് ആധാറില്ല, അവൾക്ക് കാർഡില്ല, അവള് വോട്ട് ചെയ്യാൻ പറ്റാണ്ട് നിൽക്കണ്. ഇതൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഞാൻ അഥവാ കാർഡ് എടുക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഫ്ലൈറ്റ് പിടിച്ച് പോയിട്ട് ഞാൻ ആ കാർഡ് എടുത്തോന്ന് വോട്ട് ചെയ്തിരിക്കും. അത് തീർച്ചയായിട്ടും ഉറപ്പാണ്. ഇതിലിപ്പോ ഇതൊരു ആ സമയത്ത് മറ്റൊരു സ്ത്രീയുടെ ഒരു വിഷയമായിരുന്നില്ലേ യഥാർത്ഥത്തില് ഉണ്ടായിരുന്നത്? അവര് വോട്ട് ചെയ്യാൻ വേറൊരു ടീമിന്റെ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ സമയത്ത് ആണോ ഇത് പിടിച്ചത് എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ അതൊക്കെ അവർക്ക് അറിയാം. ഇത് മനഃപൂർവ്വം എനിക്കിട്ട് അവർ താങ്ങിയിട്ടുള്ളത് എന്നുവെച്ചാൽ ഞാൻ അവിടെ വോട്ട് ചെയ്തിട്ട് വന്നിരുന്നത് അവർക്കറിയാം. അത് ആരാണ് കൊണ്ടുവന്നത്, അത് എങ്ങനെ സംഭവിച്ചതെന്നൊക്കെ അവർക്കറിയാം. അപ്പൊ എന്നെ ഒരാളും ഇതിനു വേണ്ടി, ഇനിയിപ്പൊ എൻ്റെ മോളോട് ചോദിച്ച് BJP-ക്കാർ വന്നിരുന്ന് എത്ര ദിവസം ക്ലാസ് എടുത്തെന്ന്, ഒരു BJP-ക്കാർ ഞങ്ങളെ വീട്ടിൽ ഇന്ന് വരെ വോട്ട് ലിസ്റ്റ് കൊണ്ടുവന്നിട്ട് പോവാതെ എന്നെ ചെയ്യട്ട, ഞങ്ങൾ ഗേറ്റും കൂടെ തുറന്നു കൊടുക്കൂല, അവര് വന്നവരെ കാരണയിച്ചു പോവും. എൻ്റെ ഇഷ്ടമായിരുന്നു എൻ്റെ മോളെ പാട്ട് പഠിപ്പിച്ച്. ഇത് ഇത്രയും വൈറലാവും ഞാൻ വിചാരിച്ചിട്ടില്ല. 4 പാട്ട് പിന്നെ ഞാൻ അതിനേശം അവൾക്ക് പഠിപ്പിച്ച് പാടിച്ച് അത് വെച്ചിട്ടുണ്ട്. പക്ഷെ അപ്പൊ ഇത് നമ്മുടെ ഇലക്ഷൻ്റെ അന്ന് ഈ വോട്ടെടുപ്പ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ജനങ്ങളുടെയൊക്കെ പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു ഈ ഒരു സുരേഷ് ഗോപിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ആര് വിജയിക്കും എന്നുള്ള സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നു? ഞങ്ങള് ഈ തിരിച്ചു വരുമ്പോ ഒരു ടീം ഞങ്ങളെ വിളിച്ച ആളൊന്നും ഞാൻ തിരുത്തണില്ല, ഞങ്ങളൊരാളതിലും ഞങ്ങൾ പോയില്ല. വരുന്ന നേരത്ത് നമ്മൾ പാർട്ടി പിന്നുള്ളതൊന്നല്ല, നമ്മള് മുറ്റത്ത് കിടന്ന് വളർന്നൊരു സ്നേഹല്ലേ ചെയ്ത എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് ഞാനും എൻ്റെ മോളും ചെന്ന്. അപ്പോ ഇതുമാതിരി ഞങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച്. അപ്പൊ അതിന് സുരേഷ് ഗോപിയെ പിന്തുണക്കുന്ന ആളുകളാണോ എതിർക്കുന്ന ആളുകൾ? എതിർക്കണ ആളുകളാണ്.
എതിർത്തിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞ എന്താ 10 കൊല്ലം മോദി ഭരിച്ചിട്ട് ഇവിടെ ഒന്നും ചെയ്തില്ലെന്ന് വെച്ച്, എന്തുട്ട് ചെയ്തേന്ന് വെച്ച്. അപ്പൊ അവര് പറഞ്ഞ ആളിലൊക്കെ ഒന്ന് അവരൊരുപാട് ആളിലൊക്കെ ഒന്ന് കുഴിച്ചിട്ടുന്നു, എന്താ പിന്നുള്ള പാർട്ടിക്കാർ മോശമാണെന്ന് വെച്ചതിന്. നിങ്ങൾ റോട്ടിൽ കൂടി പോകണം എന്നെ വിളിച്ചു വരുത്തണം. അപ്പൊ ഞാൻ നെഗറ്റീവും പോസിറ്റീവും പറഞ്ഞപ്പോ ഒരാൾ ചോദിച്ചു, ഈ വക്കീലായി എനിക്ക് പറ്റിയില്ലല്ലോ ഇങ്ങനെ സംസാരിക്കാനായിട്ട്. ഇവിടെ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സാധ്യതകളുണ്ടല്ലോ നമ്മുടെ ഈ ഒരു മേഖലയിൽ, ഇത്താടെ ഒരു മേഖലയിലൊക്കെ ആർക്കാണ് ഒരു മേൽക്കൈ എന്നുള്ളത്? ആരാണ് ജയിക്കാന്നുള്ളതിന്റെ ഇതല്ലേ ചോദിക്കുന്നത്. എന്റെ സാധ്യത മുഴുവനും സുരേഷ് ഗോപി സാർ തന്നെ ജയിക്കും എന്നുള്ളതാണ്. പിന്നെ എല്ലാം പടച്ചവന്റെ എലി കെടുക്കണ്. അതിപ്പോ 3 ആളും കട്ടക്ക് നിക്കണ്. ഞാന് സുരേഷ് ഗോപി സാറ് ജയിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകും ആ അറ്റം വരെ ഞാൻ പോകുന്ന വെച്ചാൽ അതിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ട കൊടുത്ത് ജയിപ്പിക്കുന്നുണ്ട്. ഞാൻ പരസ്യമായിട്ട് പറയുന്നു, സത്യമാണ് പറയുന്നത്. എന്നുവെച്ചാൽ അവന് അന്ന് ഈ 2 ആണുങ്ങൾ ഈ വീഡിയോ പിടിച്ചിട്ട് അവര് പറഞ്ഞല്ലോ അവള് വോട്ട് ചെയ്യാൻ പറ്റാണ്ട് നിക്കണ്, അവള് സുരേഷ് ഗോപി സാറ് ജയിച്ചതന്നെ. എടാ എന്റെ ഒരു വോട്ടില്ലെങ്കിലും സാറ് ജയിക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ സാറ് നിങ്ങൾ പരിഹാസിക്കാൻ അത്ര തലക്കുള്ള നാട്ടിൽ നിങ്ങൾ വളർന്നിട്ടില്ല. ഇപ്പോ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ നിരന്തരമായിട്ട് കുറെ നാളുകളായിട്ട് സുരേഷ് ഗോപിയെ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയിൽപ്പെടുത്തണം, അല്ലെങ്കിൽ ഒരു സ്ത്രീ വിഷയങ്ങളൊക്കെ പെടുത്താൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ ഇവരെ പോലുള്ള ആളുകൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ ഒരു മാനസികാവസ്ഥ യഥാർത്ഥത്തിൽ നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിന് ഗുണകരമാണോ? അയാൾ അങ്ങനത്തെ ഒരു മനുഷ്യനല്ല. അയാൾ നല്ല മനുഷ്യനാ. ഞാൻ എവിടെയും കയറി പറയാം. അയാൾ ഒരു സ്ത്രീകളെയും പിടിച്ചു വലിക്കുകയില്ല, ഒന്നുമില്ല. അയാളൊരു സിനിമാ നടനാണ്. അയാൾ കാണാത്ത പെണ്ണുങ്ങളൊന്നുമില്ല. അത് ഇവര് ഈ പറയുന്നവര് കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ ആൾക്ക് ഇത്ര നല്ല പെണ്ണ് കൂടെ ഉണ്ട്. പിന്നെ എന്തിന് അന്നും ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളെ ബന്ധത്തിൽ പെട്ടൊരു കോൺഗ്രസ്സുകാരൻ എന്നോട് പറഞ്ഞു, പക്ഷെ ഞങ്ങ പാർട്ടി വേറെങ്കിലും അങ്ങോരത് ചെയ്യൂലട്ടാ, അത് അയാൾക്ക് വേണ്ടി എതിരായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ഞങ്ങളൊരു ഡോക്ടറെ അടുത്ത് ചെന്നിരിക്കുന്ന സമയത്തിന് ആ മോൻ എന്നോട് സംസാരിച്ചത്. അപ്പൊ ഇത് ഈ സുരേഷ് ഗോപിയെ പിന്തുണച്ചതിന്റെ പേരിൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ അതിന്റെ പേരിൽ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് അല്ലെ? അതിന്റെ പേരിൽ ഞാന് അത് പരസ്യമായിട്ട് പുളിക്കല കോയയുടെ മോള് കോയക്കാന്റെ മോളാണ്. സംസാരം കേട്ടിട്ട് പരമാവധി അത് ഞാൻ ആളെ പിടിക്കും, അത് തീർച്ചയായിട്ടും ഉറപ്പാണ്. പിന്നെ എന്നെ നന്നായിട്ട് അറിയുന്ന ആളാണ്. അപ്പൊ വേറൊരാൾ ചോദിക്കുന്നത് ഇവളുണ്ടാ ഇപ്പൊ ഈ യൂട്യൂബിലൊക്കെ വൈറലായിരിക്കുന്ന ഇവളും മോളും കോയക്കാട് മോള് കോയക്കാട് പേരക്കുട്ടി. എന്താടാ നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടോ ഞാൻ കോയക്കാട് മോളൊന്നും അല്ലെങ്കിൽ കോയക്കാട് പേരക്കുട്ടി എന്നുള്ള എന്റെ തീരുമാനമാണ് ഞാൻ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്. ഇനി സുരേഷ് ഗോപി സാർ എത്ര കാലം ഇതിൽ ജയിച്ചാലും തോറ്റാലും നിൽക്കണമെങ്കിലും ഞാൻ ഇതിന് എന്നെ പിന്തുടരും. ഇതിൽ നിന്ന് ഞാൻ എന്റെ മരണത്തിന്റെ ഉള്ളിൽ ഒരു പാർട്ടി മാറുന്ന പരിപാടി ഇല്ല. മോളെ ഒറ്റ മിനിറ്റ്, അന്ന് ആ ഒരു സമയത്ത് ഉമ്മാട് കൂടെ ഉണ്ടായിരുന്നല്ലേ? ആ ഒരു വീഡിയോ ഒക്കെ കണ്ടിരുന്നു, എന്ത് തോന്നി? അത് അവരല്ലേ വീഡിയോ എടുത്തത്. എനിക്ക് ഭയങ്കര വിഷമായി. സുരേഷ് ഗോപി സാറിനെ കുറിച്ച് ആക്ഷേപിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അത് കേട്ടപ്പോഴും എനിക്ക് നല്ല വിഷമായി. അങ്ങനെ പറയരുത് ഒരിക്കലും. അദ്ദേഹം നല്ല മനുഷ്യനാണെന്ന് പാർട്ടിക്കാർക്ക് മാത്രമല്ല അതിൽ പുറത്തുള്ള ആളുകൾക്കും അറിയാം. അതുകൊണ്ടാണ് എനിക്ക് കൂടുതലും ഇങ്ങനെ വിഷം ആയത്. അപ്പൊ ആ ഒരു വീഡിയോ കുറെ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ, ശരിയല്ലേ? ശരിയാണ്. അപ്പൊ അത് മറ്റുള്ളവർ ആരെങ്കിലും കണ്ടിരുന്നോ, അറിയോ? അത് ആരെങ്കിലും വിളിച്ചു പറഞ്ഞിരുന്നു? അപ്പൊ അവര് പറഞ്ഞത് ഞങ്ങൾ കണ്ടു, പക്ഷെ എൻ്റെ ഉമ്മ അങ്ങനെ ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. ഉമ്മ വോട്ട് ചെയ്തു. അപ്പം ഉമ്മക്ക് എന്തെങ്കിലും എടുക്കാൻ മറന്നെങ്കിൽ അത് ഫ്ലൈറ്റ് പിടിച്ച് പോയി എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആള്. അതിൽ വേറെ ഒരു വിഷമായോ ഈ ഒരു വീഡിയോ? ഇങ്ങനെ അനാവശ്യ ഒരു വീഡിയോ ഒരു പുറത്തു വന്ന സമയത്ത് ഒരു കള്ളപ്രചരണമായിട്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. നല്ല വിഷമായിട്ടുണ്ട്. ഇനി ആരും അങ്ങനെ ചെയ്യാതിരിക്കുക പ്ലീസ് എന്ന് പറഞ്ഞു. ഇപ്പൊ സുരേഷ് ഗോപി സാർ വിജയിക്കും എന്നുള്ള കാര്യത്തില് സംശയമുണ്ടോ? ഒട്ടും സംശയമില്ല. നല്ല ഭൂരിപക്ഷത്തോടെ കൂടെ അദ്ദേഹം വിജയിക്കും. ഒരു തർക്കമില്ല. എന്നാ ഇത്ര ഉറപ്പിച്ച് പറയാനുള്ള കാരണം എന്താ? കാരണം അന്ന് കുട്ടിക്കലാശത്തിൽ കുറെ പേര് വന്നിരുന്നു. പിന്നെ അന്നത്തെ ആ ഒരു വീഡിയോന്റെ ഒരു കമന്റ് ആയിട്ട് വേറെ ഒരു പാർട്ടിയിലുള്ള ഒരു ആള് വന്നിട്ട് കുറെ കാര്യങ്ങൾ കൊണ്ട്. അപ്പോ ഈ സുരേഷ് ഗോപിയെ പിന്തുണച്ചതിന്റെ പേരിൽ നമ്മുടെ ഒരു മുസ്ലിം കുടുംബത്തിലെ ഒരു ഉമ്മയും മകളും അനുഭവിച്ച ചെറിയൊരു വിഷയമാണ്. ചെറിയ വിഷയം എന്ന് പറഞ്ഞാൽ
ഇതുപോലെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സപ്പോർട്ട് ചെയ്ത് പൊതുസമൂഹത്തിലെ പല ഭാഗങ്ങളിൽ നിന്ന് ഓരോ ആളുകൾ നമ്മുടെ കേരളത്തിൽ മുന്നോട്ട് വരുന്ന സമയത്ത് ഇതൊക്കെ ഒരു അത്ഭുതമായിട്ട് കാണുകയും ഇതിനെതിരെ കള്ളപ്രചരണങ്ങളും ആക്ഷേപങ്ങളും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുണ്ടെന്നുള്ള തർക്കമില്ല. ഇത് ആരൊക്കെയാണെന്നുള്ളതും നമ്മൾ ഓരോരുത്തർക്കും അറിയാം. ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളും അതിന്റെ പുറകിലെല്ലാം പ്രവർത്തിക്കുന്നതും ഏതെല്ലാം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ വ്യക്തികളാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ പ്രത്യേകിച്ച് ആരുടെയും പേരെടുത്തൊന്നും പറയുന്നില്ല. പക്ഷെ ചെയ്ത വിഷയം എന്താണെങ്കിലും വളരെ മോശമായി. സുരേഷ് ഗോപിയെ പിന്തുണക്കുന്ന ആളുകൾ ഓരോ ദിവസവും തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ, കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും വർദ്ധിച്ചു വരികയാണെന്നുള്ളത് യാതൊരു തർക്കമില്ല. തൃശ്ശൂരിൽ നിന്നും അബീബുല്ലാൽ, ഫസ്റ്റ് റിപ്പോർട്ട്സ്.